ഇതിനെ സരിത പറയാ ഹൈബ്രിഡ് ചെത്തി എന്ന് പറയാ ആയിരിക്കും. ഇങ്ങനെ ഇഷ്ടിക വെച്ചിട്ട് ഇവർക്ക് പുല്ലാണ് ഇവർക്ക് ശല്യം. ചേട്ടനായ കാറുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളാ പുല്ല് വലിക്കണ നമുക്കപ്പോ ഈ സാധനം നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് തെളിവല്ലേ ഇത് കണ്ട. കുറച്ച് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ അടുത്ത് ഈ സാധനം വെച്ച് വന്ന് അണക്കിടായിട്ടോ. അമ്രാന്റെ അടുത്ത് ഈ പോണ്ടാ പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ ഒരു കണ്ടില്ലേ. സത്യം അതിന്റെ ഒപ്പത്തിന് മണ്ണുണ്ടായിരുന്നു. ഒന്നും കാണില്ലേട്ടാ, ആകെ പുകയാ. ഒക്കെ വെന്തെന്ന് തോന്നുന്നു. നമ്മള് കാലത്ത് ഞാനേ നമ്മുടെ പറമ്പിൽ നിന്ന് ഇത്രയ്ക്ക് അധികം ഇഷ്ടിക എടുത്തുകൊണ്ടു. ഇത് മറ്റേ നമ്മുടെ വഴിക്കായിട്ട് ഇങ്ങനെ കുറേയൊക്കെ വെച്ചിട്ടില്ലേ, കുറേ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഒരു ഇഷ്ടിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-6 കിലോ തൂക്കണ്ട് കേട്ടോ. ഇത് ഒരു 10-50 ഞാൻ എടുത്തുകൊണ്ട് വന്നു. എന്താ പറയാന്ന് നോക്കണു. ഇത് എടുത്തുകൊണ്ടത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മുടെ എന്താ ഇവിടെ ചെടികൾ നമ്മൾ കുറേ വെച്ചിട്ടുണ്ട്. അതിൽ വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ അത്. ഇതിനെ സരിത പറയാ ഹൈബ്രിഡ് ചെത്തി എന്ന് പറയാ ആയിരിക്കും കേട്ടാ. നല്ല ഭംഗിയിൽ കാണാനായിട്ട് അവരൊന്ന് വെട്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കുറച്ചെണ്ണുണ്ട്. പക്ഷേ ഇവൻ നല്ല ഭംഗിയായി, ഇത് ഭംഗിയായില്ല. അല്ല, ഇത് ഭംഗിയായില്ല, വലിപ്പം വെച്ചില്ല. വലിപ്പം വരുന്നുണ്ട് ഇപ്പോൾ. ഇതേപോലെ ഭംഗിയായിട്ട് വരുന്ന സാധനമാണ് കേട്ടോ. ചട്ടിയിൽ വയ്ക്കുമ്പോഴോ ഒരേ വലിപ്പത്തിൽ നിൽക്കുക. ചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരേ വലിപ്പത്തിൽ വരാം. ഒരേ വലിപ്പമുള്ള ചട്ടികളാവുമ്പോൾ ആ ചട്ടിയിൽ എന്തോരം മണ്ണുകൊള്ളും, അതിനനുസരിച്ചിട്ട് ഇത് വലിപ്പം പോവുള്ളൂ. അതെ, അങ്ങനെയൊന്നുമില്ല. നമ്മളാ പാലക്കാട് കൊങ്ങാട് ആ ടീച്ചറെ വീട്ടിൽ പോയില്ലേ നമ്മള്, അവിടെ ചട്ടിയിലല്ല മണ്ണിലല്ല വെച്ചോണതെല്ലാം നല്ല ഒരേ വലിപ്പത്തിൽ വെട്ടി നിർത്തിയേക്കാ. ഒരേ വലിപ്പത്തിൽ വെട്ടി ഇനിയിപ്പോൾ അതിനെ വെട്ടി കഴിഞ്ഞാൽ ഇത് ഭംഗി പോകും. അപ്പം ഞാനിവിടെ നോക്കിയാൽ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, നോക്കിയാൽ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അല്ല. ഇതിലൊക്കെ പൂവുണ്ടാക്കി, ഇതൊക്കെ പൂവുണ്ടായി. പക്ഷേ ഇവരെ പരിപാലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പുല്ല് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുതിയൊരു മാറ്റം വരുത്താൻ പോവാണ്. ഇവിടെ ഇങ്ങനെ ഇഷ്ടിക വെച്ചിട്ട് ഇതാണ് ഇവർക്ക് പുല്ലാണ് ഇവർക്ക് ശല്യം കണ്ടോ. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ചേട്ടനായ കാറുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ ഇഷ്ടിയൊക്കെ അങ്കടൻ എടുത്തോണ്ടു അവിടെ വഴി ഭംഗി വേണമെന്ന് പറഞ്ഞിട്ട് ആ വഴി. അല്ല ചേട്ടാ, മറ്റേ ഷീറ്റ് വിരിച്ചിട്ട് 2 സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഇഷ്ടികല്ലത്. അല്ല, അതിന്റെ പിന്നിൽ അങ്ങോട്ട് പോയില്ല. അത് നമുക്ക് ഇത് ശ്രദ്ധിക്കില്ലേ ആ കൊട്ടിയെടുത്ത് നമ്മളാ പുല്ല് വലിക്കണ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വലിക്കൂട്ടാ. വലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വളമിട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നല്ല ഭംഗിയാവുള്ളൂ. അപ്പോൾ ഒരു നിശ്ചിത അളവിൽ നമ്മൾ ഇങ്ങനെ എടുക്കും. കാരണം നല്ല ബെസ്റ്റ് മണ്ണാണിതേ. കാരണം നല്ല മണ്ണാണ് ഈ മണ്ണ്. ഈ പുല്ല് ഭയങ്കരമായിട്ട് വളർന്ന് കയറാണ്. അപ്പം അതിനൊരു മറുമരുന്ന് ഞാൻ കൊടുക്കാൻ പോവാണ്. ഇവിടെ നിന്ന് ഇട്ടിട്ട് അവിടെ വരെ ഇങ്ങനെ ചെടി ഭംഗിയാക്കാൻ പോകണം. അപ്പോൾ കേട്ടോ, ഇത്രയ്ക്ക് ഇതിലാക്കിയിട്ടാ, ഇത്രയ്ക്ക് ഇതിലാക്കിയിട്ട് ഇവിടെ കൈക്കൊട്ടിരിക്കട്ടെ. പഴുതാര പോണ്ടല്ലോ തരുതാ, പാമ്പും പഴുതാരൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ ഇഷ്ടിക വെച്ചിട്ടേ, ഇത്രയും വലിയ ശരിക്കും ഇഷ്ടികയുടെ ആവശ്യമില്ല അല്ലേ? ഇഷ്ടിക വേണം. അല്ല, ഇത്രയും വലിയ ഇഷ്ടികയുടെ ആവശ്യമില്ല. ഇതിപ്പോ നമ്മുടെ അവിടെ ഇല്ലല്ലോ, ഇതിന് പിന്നെ വാങ്ങിക്കാൻ നിൽക്കണ്ടേ. ശരിയാ, വേണ്ട, വാങ്ങിക്കണ്ട. ഇഷ്ടിക ഇഷ്ടം പോലെ ഉണ്ടേ. എന്നിട്ട് കളപ്പുല്ല് നിറഞ്ഞൂല അപ്പളേക്കും. കളപ്പുല്ലാണ്ട് നിറയണത് ഇതില് വേണ്ട. ഈ ലെവല്ലാണ്ട് ഇങ്ങനെയാണ്ടേ വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നമുക്ക് ഈ കമ്പോസ്റ്റും വളമൊക്കെ ഇട്ട് പോയാൽ മതി നമുക്ക്. അപ്പോൾ അതവിടെ ഒരു ചെടിയിലില്ല, ഇതിലൊരു ചെടിയില്ല ഇവിടെ. അപ്പോൾ ഇതിലൊരെണ്ണം തന്നെ വയ്ക്കാം. നമ്മൾ കുറച്ച് തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവരെ മുഴുവൻ കുഴിച്ചിട്ടില്ലേ. വേണ്ട, ഇവരെ മുഴുവൻ കുഴിച്ചിട്ടില്ലേ. അപ്പോൾ ഇവരെ ഗ്യാപ്പിൽ പോയി ഓർത്തൊക്കെ വയ്ക്കാം. സരിത ഒരു കത്തിരി ബ്ലേ അതിനെടുത്ത. എനിക്ക് ആ ചെടി കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നുന്നു. നല്ല പൂവ്, എന്തൊരു ഭംഗി കാണാനായിട്ട്. അപ്പോൾ അത് ഇവിടെ നിറച്ചങ്ങണ്ടാക്കാൻ ചൂതാൻ വലിയ പരിപാലനം വേണ്ട. പരിപാലിക്കലാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബ്ലേഡ് കാണാനില്ല. കത്തിരയിൽ മതി. ഇത് ആൽവിൻ്റെ ജാക്കിയായിട്ടാ കൊണ്ടുപോയിട്ട് ഇതായിട്ട് ഇതിനെ ഇവിടെ കുഴിച്ച ഒരെണ്ണത്തിന് അത്ര മതി. ഒക്കെ പേര് പിടിച്ചു വേണ്ട. നമുക്കപ്പോൾ ഈ സാധനം നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് തെളിവല്ലേ ഇത്. കണ്ട പഴുതാജിൻ്റെ
അല്ല ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, നമുക്കിവിടെ ഭംഗിയാക്കാം. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയില്ലേ, പല പല വലിപ്പാവില്ലേ. അത് പിന്നെ നമുക്ക് വെട്ടി നിർത്താലോ. ഒരു വലിപ്പത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെട്ടി നിർത്തി കണ്ട് കൊണ്ടുപോകാലോ. ഇനി ഇങ്ങനെയാണ്ട് കൊണ്ടുപോയിട്ട് ഇത് ഇങ്ങനെയാണ്ട് കൊണ്ടുപോയിട്ട് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അറ്റം വരെ ആക്കലാണ് എൻ്റെ പണിയിട്ടാ. അപ്പോൾ പിന്നെ ഇത് ഇഷ്ടിയെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുല്ലല്ലേ, ആ പുല്ലിൻ്റെ കൊട്ടങ്ങൾ എടുത്ത് ആ പുല്ല് പോയി ഉടത്തൊക്കെ വെച്ച് കൊടുക്കായിരുന്നു. ഈ പുല്ലുക അത് ഇതൊക്കെ അല്ല, അതേ കണ്ടത് ഈ ചെറിയ പുല്ലുകളൊക്കെ അല്ലേ. പക്ഷെ അവര് പെയിന്റ് അടിക്കാൻ വരുമ്പോഴേ അതും കൂടി കഴിഞ്ഞെങ്കിലേ വെച്ച് കൊടുത്തിട്ട് കാര്യമുള്ളൂ. കൂടാരത്തിൻ്റെ ചുറ്റും പുല്ല് കുറെ പോയിട്ടുണ്ടല്ലോ, ആ പുല്ലിൻ്റെ കാര്യം പറഞ്ഞത്. അവിടെ പുല്ല് വെച്ച് പിടിക്കണം. ഈ പുല്ല് പോയാൽ തന്നെ നല്ല ഭംഗിയാവും. കണ്ടാ ഇഷ്ടിക വെച്ച് കൊടുക്കുമ്പോഴാണ് ഭംഗി വരാം. നോട്ടെ ഇഷ്ടിക കാലത്ത് കൊണ്ടിട്ടില്ലേ ഒരു പണിയായിരുന്നു. നമ്മൾ അടുത്ത ഇഷ്ടിക ഒരു മേച്ചേരിയിലെ ബീന ചേച്ചിയുടെ പൂന്തോട്ടത്തിലേക്കാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നമുക്കൊരു എനർജി വരും. നമുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണം. നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് തോന്നാം. ഇനി ഇതിൽ നമ്മുടെ ഈ പറമ്പിലുണ്ടാവണത് കമ്പോസ്റ്റ് വീട്ടിലുണ്ടാവണ വളക്കില്ലേ, വീട്ടിലുണ്ടാകുന്ന വളമല്ല, ഈ പച്ചക്കറിയുടെ വേസ്റ്റും അതൊക്കെ ഇതിൽ കൊണ്ടുവന്നില്ല. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വളർച്ച കിട്ടും. മണ്ണ് മണിയിടാം, ഇതിൽ വളമിട്ടാലും ഇതിട്ടാലും. പിന്നെ ഇത് നാൾ കുഴിച്ചിട്ടായിരുന്നു, കുഴിച്ചിട്ട് തന്നാൾ പൂമ്പെടുത്ത് നന്നായിട്ട് ഉഷാറായി. ചെടികളാണ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ നോക്കിയോളും, സരിതിയും ജഗ്ഗുമൊക്കെ നോക്കിയോളും. കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കലല്ലേട്ടാ, അവർ നനച്ചോളും, നനയ്ക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഇതൊക്കെ വെച്ച് ക്ലിയർ ആക്കുന്ന പണിയൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു. നമ്മുടെ ഐഡിയകൾ അത്ര മോശമൊന്നുമല്ല. അല്ല വൃത്തിയോടെ വരുന്നുണ്ട. ഇവരുടെ കടക്കിൽ പുല്ല് നിറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇവർക്ക് വളർച്ച കുറയും. മറാന് കുറച്ച് ഇപ്പോൾ മറ്റേ സാധനല്ലേ കഴുത്തിലിട്ടാണ് കോളാമ്പി, അതിനൊക്കെ മോശം കൊടുത്തൊക്കെ അത് വെച്ചിട്ട് അത് ചാടുണ്ട്. ഇല്ല ചാടില്ല, അല്ല അത് വെച്ച് ചാടി. പക്ഷെ ആള് ഞങ്ങള് ഒരു ദിവസം പുറത്തേക്ക് പോയിട്ട് പോകുമ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള പൂട്ടിട്ടിട്ട് പോവാന്ന്, അവര് ചാടൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടാ. ഇത് ഞങ്ങള് എവിടേക്കാ നമ്മള് പോയത്, ഇവിടെ തൊട്ടടുത്ത് എവിടേക്കുവാണ് പെട്ടെന്ന് പോയി വന്നു നമ്മള് ഇല്ലേ. വന്നപ്പോ ജഗ്ഗുവല്ലേ ഞണ്ട് അവിടെ നിക്കണ്ട്. ഞങ്ങളിങ്ങനെ വിളിച്ചു നോക്കി വീണ്ടല്ലേ ചേട്ടൻ്റെ അവിടെ ഈ വന്നിക്കണു ഇമ്രാൻ ഈ സാധനം തലയിൽ ഇങ്ങനെ വെച്ചിട്ട് കോളാമ്പി വെച്ചിട്ടുണ്ട് നിക്കണു. സാധാരണ ആള് ചാടി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാറ പതിവ്, ഇത് പുറത്തേക്ക് പോകാണ്ടല്ലേ ചേട്ടൻ്റെ അവിടെ നിൽക്കാം. അപ്പൊ ഞാൻ പറഞ്ഞേ പുറത്ത് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ അടുത്ത് ഈ സാധനം വെച്ച് വന്ന് അണക്കിടായിട്ടാവും. വല്ലയിടത്തും വല്ല പൊട്ടിയതൊക്കെ ഉണ്ടാവും. പൊട്ടുമ്പോഴൊക്കെയാണല്ലോ മരുന്ന് വരണവർക്ക് ഇത് വെച്ചു കൊടുക്കുക. അപ്പൊ പെണ്ണായികള് പരസ്പരം പറയുന്നത് ഇമ്രാന്റെ അടുത്ത് ഈ പോണ്ടാട്ടാ, ബെല്ലൊക്കെ മേത്തൊക്കെ വല്ല പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ കണ്ടില്ലേ, തലയില് കോളാമ്പി വെച്ച് കിടക്കുന്ന. അങ്ങനെ പറഞ്ഞാലോ ഇമ്രാൻ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല, അവിടെ വെറുതെ ചാടിയിട്ട് നേരല്ലേ ചേട്ടന്റെ വീട്ടിൽ വന്ന് നിക്ക. വിളിച്ചപ്പോഴേക്കും വേഗം വന്നു. അപ്പൊ മനസ്സിലായി ആ സാധനം വെച്ചു കൊടുത്താലൊന്നും കാര്യമില്ല, അത് ചാടാൻ തോന്നി അത് ചാടും. പക്ഷെ ചാർലി ഇപ്പൊ ചാടാൻ ശ്രമിക്കണേ ഇല്ല. ചാർലി നല്ല കുടുംബ സ്നേഹിയായിട്ട് ഇരിക്കാണ്. ഗൃഹനാഥൻ കുടുംബം നോക്കി ഭയങ്കര കാര്യഗൗരവം അയാൾക്ക്. വെറുതെ അങ്ങനെ പറയണതിന്റെ പിറ്റേ ദിവസം ചാടാറുണ്ട്. അല്ല ആപ്പോ കാര്യങ്ങൾക്കൊന്നും ചാർലി ഇനി ഇറങ്ങില്ല. ഇമ്രാൻ ഇല്ലാട്ടോ, ഇനി ചാർലി എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തിട്ടുണ്ട്. ഇല്ലേ ഇമ്രാനെ? ഇല്ലേ ചെയ്തിട്ടില്ലേ? കയ്യിലടിച്ച് സത്യം ചെയ്ത കയ്യിലടിച്ച് സത്യം ചെയ്. ഇനി ചാടില്ല മുതലാളി എന്ന് പറയും. കൈതാടാ ശരിക്കും കൈതാടാ, മനസ്സില്ല മനസ്സോടെ സത്യം സത്യം സത്യം. അതാണ് ഇമ്രാൻ, കണ്ടാ അതാണ് ഉറുമീസ്. ചില റീൽസ് ഒക്കെ കാണുമ്പോ ഇങ്ങനെ പറയണ എല്ലാ കാര്യങ്ങളും ഇവർക്ക് മനസ്സിലായിട്ട് ഇവര് ചെയ്യും. ഇവർക്ക് മനസ്സിലാവും കുറെ കാര്യങ്ങള്. നമ്മളെ പഠിപ്പിക്കണോ അതൊക്കെ എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഇവർക്ക് എല്ലാ കാര്യം മനസ്സിലാവുന്നത് ഏറ്റവും വലിയ തെളിവ് ഇന്ത്യയില് ഇവിടേക്ക് കയറരുതെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഇവർ കയറില്ല കേട്ടാ. ഭയങ്കര തന്നെയാണ് ഏറ്റവും നീറ്റായിട്ട് എടുക്കുന്നത്. നമ്മുടെ ഈ കൂടാരത്തിൻ്റെ ഇവിടെ നോക്കിയ ഒരു രോമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെളിയിരി ഒന്നുമില്ല. ഇവർ ഇവിടെ വരെ നിൽക്കുള്ളൂ. ഈ കല്ലില്ലേ, കല്ലിൻ്റെ അപ്പുറത്തേക്ക് കയറില്ല. ഇവർക്ക് നല്ല പരിചയമായി. അപ്പോൾ ഇവർക്ക് അറിവില്ലാണ്ടാണോ, ഇവർക്ക് നല്ല പഠിപ്പുണ്ട് കാണുന്ന പോലെ. നല്ല ഇത് ഇവിടെ ഇത്തിരി മോശമായിക്കൊണ്ടിട്ടാ നോക്കിയാ.
ഇവിടെ ഉണ്ട്, അതൊക്കെ കുറെ പോയി. അതാ സിമെന്റ് ആയിട്ടാ. ആ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മരാമത്ത് പണികൾ നടക്കില്ല ഇവിടെ. കഴിഞ്ഞു, ഇനി കഴിഞ്ഞു. ഇപ്പൊ അവരെ ആ പെയിന്റിങ് മാത്രം കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഇത്തിരി വൃത്തിയായിട്ടുണ്ട്. അന്ന് കണ്ടത് ഇവിടെ ഒരെണ്ണുണ്ട്. അത് അയ്യോ ഇത് ഒടിഞ്ഞു പോകുന്ന തരുതാ കണ്ട. എന്തിട്ടാ ഇത് ഇവിടെ ഇല്ലേ, ഇവിടെ പുതിയതൊരെണ്ണം വെക്കാം. അവിടെ ഉണങ്ങിയ പോലെ എടുക്കണല്ലേ. ആ അത് ശരിയാക്കി എടുക്കണം. അതിപ്പോ ഇനി ഭംഗിയാവും. കണ്ട അവിടെ പാറ പോലെയാ. ഇവിടെ ഒരെണ്ണം വെക്കാം. കണ്ട ഒരു അവിടെ മൊത്തത്തിലൊന്നും മണ്ണിളക്കായിരുന്നില്ലേ? അല്ല അത് നന്നായി നനച്ചു കൊടുത്താൽ മതി. ഇനി ഇവിടെ ഇതാവില്ല, ഇടിയില്ല. അല്ല ഇടിയല്ല, ഒരെണ്ണടുത്ത ഒരു ചെടി. അങ്ങനെ ഇവിടെ ചെടി വയ്ക്കുന്നു. അതായത് നമുക്ക് ഇങ്ങനത്തെ ഉറവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെടികൾ ഉണ്ടാക്കാവുന്നുള്ളൂ. ഇത് കുറേ ഇരിക്കില്ലേ? എത്ര ഉണ്ട് ഒരു പാക്കറ്റില്? 10-20 കൂടി ഉണ്ട് ഇവിടെ. കടാ എന്തൊരു സുഖമായിട്ടല്ലേ. അല്ല കവറിന് എത്ര ഉപയോഗിക്കാത്ത കവർ അവിടെ കുറേ ഉണ്ട്. കണ്ടാ ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി നനച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ചാൽ മതിയാ, ഇങ്ങനെ വെച്ചാൽ മതിയാ, ഇങ്ങനെ വയ്ക്കാം അല്ലേ. കണ്ട ഇത് കണ്ട കണ്ട ഇങ്ങനെ കൊടിഞ്ഞു പോയി. അത് സിമെന്റിന്റെ ഇതുകൊണ്ടാ. സിമെന്റിന്റെ ഇതുകൊണ്ടല്ല, അത് ചവിട്ട് കിട്ടിയിട്ട് അതിൽ കൂടെ ആരേനും ചവിട്ടി നടക്കണേ. ചവിട്ട് കിട്ടിയിട്ടാണ്ടി തൃശ്ശൂരം കൊടിയേറലെന്ന് പാറ പോലെ അവിടെ. ഇവിടെ വെള്ളത്തിന് നനവൂല ഇവിടെ. കണ്ട ഇനി നന്നാവും. നമ്മൾ നനച്ചു കൊടുത്താൽ മതി. അടിപൊളിയിട്ട് ഒരെണ്ണം ഇതാ ചെടി. ഇങ്ങനത്തെ ഒരു ചെടി കിട്ടണമെങ്കിൽ 10-25 രൂപ കൊടുക്കണം. 20 രൂപ കൊടുക്കേണ്ട വലിയ. നനച്ചു കൊടുത്താൽ മതി. ചാർലിയും മറാനും പുല്ലിനുണ്ടല്ലോ, വയറ്റ് ലൈനൊക്കെ ഉണ്ടാവും. പ്രകൃതി തന്നെ അവർക്ക് സ്വയം ചികിത്സയ്ക്കുള്ള ഇത് കൊടുക്കണം. ഞാൻ നടന്ന അമ്മ പിടിച്ച് വലിക്കരുതട്ടോ ചാർലിയാ. ചാർലിയാ ഇങ്ങനെ വയ്ക്കുമ്പോൾ മണ്ണൊലിക്കില്ല. ഇതുവരെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടാ. മണ്ണ് കൊണ്ടിടേണ്ടി വരും. മണ്ണ് കൊണ്ടുതരാം. മണ്ണ് തിരിച്ച് കൊണ്ടുതരാം. വളവും കമ്പോസ്റ്റും ഒക്കെ ഇടുമ്പോഴേ നല്ല വൃത്തിയാവും. ഈ കാണുന്ന പോലെയല്ല. അത് സജീവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അലക്കുകല്ലിൽ നിന്ന് വെള്ളം പോണോടത്തും ഒരു റിങ് വാങ്ങിച്ച് വെക്കാൻ. ആലക്കല്ലിൽ നിന്നുള്ള വെള്ളവും അപ്പോൾ പുറത്തേക്ക് വരില്ലല്ലോ. ഈ അലക്കല്ലിലത്തെ വെള്ളത്തിൽ മറ്റേ സിമെൻ്റൊക്കെ കയ്യും കാലൊക്കെ കഴുകുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ സിമെൻ്റ് പൊടി വന്നിട്ട് അടയും. ഇവിടുത്തെ പുല്ലൊന്നും പോയില്ല. അതിപ്പോൾ പുല്ലൊക്കെ ഒന്ന് പിടിച്ചു വരും. അപ്പോഴേക്കും അടുത്ത പെയിൻറ്റിങ്ങും അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ വല്ല പണിയും വരും. അപ്പോൾ ഇവിടെ മുഴുവൻ സിമെൻറ്റും ആ പെയിൻറ്റിൻ്റെ ഇതൊക്കെ ആയി ഇവിടുത്തെ പുല്ലൊക്കെ പോകും. അപ്പോൾ അതേ പുല്ല് വീണ്ടും പിടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇതിൽ മണ്ണ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതും ഒരു ആശുപത്രിപ്പണി തന്നെയാണ്. ഇതേ ഞാൻ വെക്കണതും ഒരു കലാകാരമായ ഒരു പണി തന്നെയാന്ന് പറയാ. അവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് എത്ര നാളിത് ഉണ്ടാവും എനിക്കൊരു ഉറപ്പില്ല കേട്ടാ. ഈ ഇഷ്ടിയെ കുറച്ച് നാളെ ഇത് അങ്ങട് തന്നെ പോകും. ഇവരെ ഞാൻ മാറ്റില്ല. ഇവരെ എന്തോ ഞാൻ മാറ്റില്ല. അവിടെ ഏത് പരിപാടിയാവോ? അവിടെ വഴി നല്ല ഭംഗിയാക്കിയിട്ട് വെച്ചതായിരുന്നു. അല്ല വഴി മാത്രം ഭംഗിയായിട്ട് എന്തുട്ടായാലും ബാക്കി ഭാഗം മുഴുവൻ കാട് പിടിച്ചിട്ട് വീതി കുറയും. കുറച്ചും കൂടി വേണ്ടി വരും സ്ഥലം. അതാകുമ്പോൾ കൂടും. എന്ത് ചെയ്യും? അവിടെ നിന്ന് കുറച്ചും കൂടി നീക്കി വെച്ചോ. അത് കുറച്ചുകൂടി കയറ്റിയിരിക്കില്ലേ, അതിനെ ഇങ്ങോട്ട് ഇറക്കിയാൽ ശരിയാവും തോന്നുന്നു. അപ്പോൾ പക്ഷെ അതിൻ്റെ ഒരു ഭംഗി പോയില്ലേ, അതിൻ്റെ ഒരു ഭംഗി പോറി. കഷ്ണങ്ങളുണ്ടാ? ഇതിനെ മാറ്റി. ഇത് ചെറുതാ. ഇത് നീളം കുറവാ. ഒക്കെ സെയിം തന്നെ വലിപ്പം. സ്വല്പം അകത്തി വയ്ക്കാം. അകത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ മണ്ണും ഇതൊക്കെ ഇല്ലേ, മണ്ണ് പോയില്ല. ഒരു പൊട്ട് വെച്ചിട്ടുള്ള നീ എടുത്തോ. ഇത് മതി. ഇവിടെ ഒരു ചെറിയൊരു പീസ് വയ്ക്കാൻ സരിതാ. ഇതിലേ ഒരു കഷ്ണം വേറെ വയ്ക്കാം നമുക്ക്. അവിടെ പീസുകളുണ്ട്. അല്ല ഇതാണ് ഈ സാധനം എനിക്ക് പ്രചോദനം നൽകിയത്. ഇവിടെ നിന്ന് മറ്റേ ചെടി മൊത്തം വലിച്ചു കളഞ്ഞു, പച്ച ചെടി. പക്ഷെ അത് പോയിട്ടില്ല കേട്ടാ. അത് പിന്നെയും മുളച്ച് അധിനിവേശം ഒന്നുമില്ല. അത് അവിടെ തന്നെയാണ് ഉണ്ടായി നിൽക്കണുള്ളൂ. വേറെ എവിടേക്കും പടരുന്നില്ല. അത് പാവം. ആ സാധനം ലോകത്തുള്ള എല്ലാ സാധനത്തിൻ്റെയും വലിച്ചെടുക്കും, വളവും ഒക്കെ. അവിടെ എന്തെങ്കിലും കണ്ടോ? കണ്ടത് ഇവിടെ കണ്ടോ? മണ്ണൊലിച്ച് പോയിട്ടുണ്ട്. തിണ്ടുകൾ കണ്ട അതിന്റെ ഒപ്പത്തിന് മണ്ണുണ്ടായിരുന്നു.
ഇനി ആ മണ്ണ് ഇനി പോയില്ല, ഇനി ഇതിലേക്ക് മണ്ണ് തിരിച്ച് കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളി. ഇനി ഇഷ്ടിയെടുക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് ചെടികൾ പൂന്തോട്ടങ്ങളൊക്കെ നമ്മൾ കാണാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ഉന്മേഷം വരും. നമ്മുടെ വീട്ടിലും അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടാം. അത് വേറെ കാര്യം. ഏത് കാര്യം അങ്ങനെയാണല്ലേ. ഇത്തിരി വളഞ്ഞു പോണ പോലെ. ശരിയാക്കാം. വളഞ്ഞു പോണ പോലെയല്ല, വളഞ്ഞു പൊടിക്കെങ്കിൽ നീക്കി വെച്ച് കഴിഞ്ഞാൽ ശരി. വളഞ്ഞു പോണ്ടിട്ടാ. ശരിയാക്കാം. നോക്കിയിട്ട് ചരട് വെച്ചിട്ട് നല്ല ചെയ്യുന്നത് കണ്ട. പുല്ലുകൾക്ക് വളം തന്നെയാണ് നേരല്ലോ, ചെടികൾക്ക് കൊടുക്കില്ലേ. ഇവിടെ നമ്മൾ വെച്ചതാ അതെ സനീഷ് വെച്ചതാ. ഞാടയിലിടയിൽ ഓരോന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചത് നമ്മൾ ഈ സാധനം നമ്മൾ വളർത്തിയതാണ്. ഇതേപോലത്തെ വളർത്തിയ സാധനമാണിത്. ആദ്യം തീർത്തിട്ടുള്ളതാണ്. അവിടെ നിന്ന് കൊണ്ടുവന്ന് ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ വളർത്തിയതാണ്. ഞാൻ പറയുന്നില്ല, നമ്മൾ വളർത്തിയത്. നമ്മൾ അന്ന് കുഴിച്ചിട്ട് പൂവ് ചെറുതായിട്ട് പൂവുണ്ടായി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഓരോ അതാ പറഞ്ഞ നമുക്ക് ഇത് ഈ സാധനം ഉണ്ടാക്കാമെന്നുള്ളോ. അയ്യോ പുറം കളിച്ചു. വെള്ളം കൊണ്ടുവരാം. ദാഹം തോന്നണില്ലെങ്കിലും നമ്മൾ വെള്ളം കുടിക്കാമെന്നാണ് പറഞ്ഞു പോണത്. നിർജ്ജലീകരണം. കൊടുത്തു കാശിനണ്ടി കുറേ വാങ്ങിച്ചിട്ടില്ല. അത് വറക്കാം. ജഗ്ഗുവിനെ ആൾക്കാർക്ക് വീഡിയോയിൽ കാണുമ്പോഴേ 6 അടിയൊക്കെ ഉള്ള മനുഷ്യനെ പോലെ തോന്നണേ. ചെറിയേട്ടനാണ് കൂടുതൽ കാശിനണ്ടി വാങ്ങിക്കുക. 10-50 കിലോനൊക്കെ വാങ്ങിക്കും. എപ്പോഴെന്നാലും ഈ കാശിനണ്ടീനെ മണം അവിടെ നിന്നാൽ കേക്കല്ല ഉണ്ടാവും. ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ അധികം കിട്ടിയില്ലേ, കുറച്ചാൽ കിട്ടിയല്ലോ. അത് ചുക്കി പോലത്തെ സാധനങ്ങളാ. ഒരു വട്ടം നമ്മൾ ചുട്ടത് ഒരു വീഡിയോയിൽ ചുട്ടു. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ചുടുന്നത്. ഇളക്കിക്കൊണ്ടിരിക്കണിയാ. തീ തന്നെ പിടിക്കും. അത് വിറകടുപ്പിൽ വെക്കുകയാണെങ്കിലല്ലേ തന്നെ പിടിക്കുള്ളൂ. തന്നെ പിടിക്കും. ഒന്നും കാണില്ലേട്ടാ, ആകെ പുകയാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അണ്ടിയായോന്ന് ഇനി അറിയാ. ആയി വരണല്ലോ. മോന്താണ് പിടിക്കരുത്. ചുമ. കത്തി പിടിച്ചു. അത് ഗ്യാസ് ഓഫ് ചെയ്തു. അതിൻ്റെ ഉള്ളൊരു ചൂല് എടുക്കണെടുത്തോ. അത് ഒരു അടിച്ചു കഴിയണതാ. എന്തായാലും അതിൻ്റെ സിസ്റ്റം അല്ലേ. നീ ഗ്ലാസ് പിടിച്ചേ. അല്ലെങ്കിൽ ഗ്ലാസ് എൻ്റെ കൈ തട്ടിയിട്ട് തെറിച്ചു ഒക്കെ വെന്തെന്ന് തോന്നുന്നു. ഇന്നലെ ഒരു നാടകം കണ്ടു. അതിൽ തീ കത്തണതൊക്കെയുണ്ട്. പുല്ലിൽ വെച്ചിട്ടില്ല, കടപ്പാമല. അങ്ങനെ അണ്ടി മുഴുവൻ വെന്ത്. ഇവിടെ നമുക്ക് അണ്ടി ചൂട്ട് തല്ലിയെ തിന്നാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥലമായിട്ട് തരുതേ. ഒരു തുണ്ട് മണ്ണ് പോലും വരില്ല. കണ്ട എങ്ങനെയുണ്ട് സ്ഥലം. ചൂട് ഇത് ചൂടാറട്ടെ. നമ്മുടെ ഈ മാവുമില്ലത്തെ ഈ ചെറിയ മാവുമില്ല നോക്കിയാൽ നല്ല മാങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഏതാ മാവെന്ന് എനിക്കറിയില്ല, പേര് ഞാൻ മറന്നുപോയി. ഇത് കണ്ട നോക്കി മാങ്ങ കണ്ട. പക്ഷെ മാങ്ങ ഇതുപോലത്തെ മാങ്ങയാണ് കൊഴിഞ്ഞു വീണത്. ജഗൂര് കത്തിരി തോന്നണ പിന്നെ കാലത്ത് വീണതാ. അല്ല ഇതിൻ്റെ ഇതെങ്ങനെയാണ് കൊഴിഞ്ഞു വീഴണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കുറേ മാങ്ങ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ കൊഴിഞ്ഞു വീഴ. ഈ കൊഴിയാണ്ടിരിക്കേണ്ട വല്ല സംഗതികളുണ്ടാവോ? തുടക്കം ഉണ്ടാവണൊക്കെ കുറച്ച് പൂവായിരിക്കും, പിന്നെ ശരിക്കും പിടിച്ചു കിട്ടുള്ളൂ.
ഇത് മലേഷ്യൻ തോണ്ടത്. നല്ല രസമായ സാധനം തന്നെ, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. പുളിയുണ്ട് ഇതിന്. ഇത് ശരിക്കും ആയിട്ടില്ല. അതിന് ശരിക്കും ആയാലും ടേസ്റ്റ് അറിയാൻ പറ്റില്ല. എന്തൊരു കുന്തയിലാവട്ടെ, അണ്ടി ചുട്ടതല്ല. ഇതുമേ അത് ചൂടാറട്ടെ ചേട്ടാ. മറ്റേ ചൂടാറി കഴിഞ്ഞ ഇല്ല. എന്നാ അണ്ടി ചുട്ടതല്ലേ, ഞാനേ അത് ബാക്കി അവിടെ മരം മുട്ടിക്കട്ടെ. നല്ല രസം. എങ്ങടാ അതുമേ തല്ലിയാ നീ? ചേട്ടാ അവിടെ പൊത്തുണ്ട് കേട്ടാ. ഇപ്പൊ വലിച്ചെന്റെ അവിടെ പാമ്പുണ്ടാവാൻ സാധ്യത. പൊത്തല്ലത് അവിടെ ഉണ്ടല്ലോ. അതൊക്കെ പൊത്താന്ന് തോന്നു. മണ്ണിടിഞ്ഞിട്ടുള്ളതാ, പൊത്തല്ലത്. എനിക്കിതാ പറഞ്ഞു, എവിടേക്ക് എറിയണം? അവിടെ ഒരു അരുത്ത് വെച്ചാൽ മതി. അവിടെ ഒരു അരുത്ത് തന്നെ വെച്ചാൽ മതിന്ന്. പിന്നെ അത് വാരികളെ എല്ലാം കരിഞ്ഞാ ഇല്ല, കുഴപ്പമില്ല. മനസ്സിലായില്ലേ? തല്ലി നമ്മൾ തരുന്നതിൻ്റെ ഇത് മനസ്സിലാക്കി. അങ്ങനെയുള്ളതല്ല. തല്ലണതിൻ്റെ കുഴപ്പമാണോ ഇത്? വെറുതെ അതിൻ്റെ തലേമ ഒരു തട്ട് കൊടുത്തിട്ട് പിന്നെ ഇപ്പുറത്താണ് വിടുക. കണ്ട, അത് തട്ടുന്നതിനും ഒരു ഇതുണ്ട്. ആദ്യമായിട്ട് ചെയ്യല്ലേ, കണ്ടു പഠിക്കണം. കണ്ട ഇങ്ങനെ വേണം തിന്നെ. അതുകൊണ്ട് അതൊന്ന് ഇടിച്ച് തവിട്ട് പൊടിയൊക്കെ അല്ല ചെയ്യുക. കണ്ട, വെറുതെ പതുക്കെ തട്ടണം. പതുക്കെ തട്ടിട്ട് എന്തുണ്ടായേ? അല്ല, പതുക്കെ തട്ടണം, അല്ലാതെ ചതയ്ക്കരുതെന്ന്. അതായത് ഇതുപോലെ ആക്കരുതെന്ന് അല്ലേ? അതുപോലെ ആക്കി എന്തൊരു കുഴപ്പം? ഇപ്പൊ ജഗ്ഗു തട്ടിയപ്പോ ഇതുപോലെ പൊട്ടിയിട്ടല്ലേ കിട്ടിയേ. അപ്പൊ ഇതുപോലെ ആക്കി എന്തൊരു കുഴപ്പം അല്ലേ? ഒന്നും മനസ്സിലാവില്ലേ? നിനക്ക് അണ്ടി വേണ? കശുവണ്ടി എന്ന് പറയും. നിനക്ക് പറ്റിയതല്ലത്. പോയിടത്തൊക്കെ വെക്കണം നമുക്ക്. ഇങ്ങനെയുണ്ട്. അപ്പം ഇവിടെ വളമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി പൂളുമ്പിലേക്ക് പുല്ല് കയറണ്ട. ഇവിടെയൊക്കെ മുരടിച്ച് വരും. ഇവിടെ ഈ സാധനങ്ങളുണ്ട്. കണ്ട, ഇതിന് വർഷകാലമാകുമ്പോൾ പീസുകളാക്കി വെട്ടിയിട്ട് അവിടെ മതിലിൻ്റെ അവിടെ വയ്ക്കാനാ. ഇപ്പോൾ ഇട്ടണില്ലേ? കണ്ട, നല്ല കമ്പുകളാണ്, നല്ല ഭംഗിയുള്ള പൂവ്. കണ്ടെങ്കിൽ ഇവിടെ ഒരു 2 ചെടി കൂടി നട്ട് കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. ഒരു 5-6 മാസം ആകുമ്പോഴേക്കും അടിപൊളിയാവും. ഇനി ഇതിവിടെ പുല്ല് നല്ല ഫിനിഷിങ് ആയില്ല. അതുപോലെ അവിടെയും പുല്ല് ഇനി വലിക്കണം. കയ്യേ ഭയങ്കര വേന, പുല്ല് വലിച്ചിട്ടേ കയ്യ കൊണ്ടല്ലേ വലിക്കുന്നത്. സരിതൊരു പിഞ്ഞാണ് അടുത്തോട്ടാ. അതേ മുഴുവൻ എന്തുന്നറിയോ നമ്മളെടുത്ത് തിന്നും. ഇങ്ങനെ ആക്കണത് അല്ല കട്ട കാപ്പി നീ നനച്ചു കൊടുത്തോളൂ കേട്ടാ. ഇനി ഇതിൽ ഫാനിട്ട് കുറച്ച് നേരം നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ സൂപ്പറായി.
കാലിൻ്റെ അടുത്ത് മണ്ണുണ്ട് ആയി